ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത എങ്ങനെ സേവന ചേച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ കുഞ്ഞാവ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം ഞാൻ അവളെ പോയി എടുക്കട്ടെ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലക്കറിയും പിന്നെ കൊണ്ടുപോയി ചപ്പാത്തിയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉള്ള മാവ് ഞാൻ നനച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അടപ്പെടുത്ത് മാറ്റിയതായിരുന്നു. അപ്പം ഞാൻ അടച്ച് കുറച്ച് നേരം അതിങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ തേങ്ങ തിരുമിയിട്ടൊന്നുമില്ല, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിനൊന്ന് തണുപ്പൊക്കെ മാറുന്നത് വരെ ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ കമത്തി വെച്ചതേ ഉള്ളൂ. തണുപ്പ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് തിരുമാം. കടല വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും വിസിലൊന്നും അടിച്ചിട്ടൊന്നുമില്ല. അപ്പം അടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും എന്ന് വെച്ചാൽ ഞാനും കുഞ്ഞാവ ചില ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേക്കും, ചില ദിവസങ്ങളിൽ ലേറ്റായിട്ട് എഴുന്നേക്കും. പക്ഷെ ഇന്ന് അവള് നേരത്തെ എഴുന്നേറ്റു. അച്ഛൻ്റെ ബർത്ത്ഡേ ആയിട്ട്, പപ്പയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടായിരിക്കില്ലേ കുഞ്ഞു? ആന്നൊന്ന് പറയാം, എൻ്റെ കൊച്ചു മൂളി കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ പോയിട്ടൊന്ന് പാലും തായ് മേടിച്ചുകൊണ്ട് കൂടി വരാം. എന്നിട്ട് എന്താ പറയുക എന്നിട്ട് നല്ല സ്ട്രോങ് ടീ ഇട്ടിട്ട് അച്ഛന് കൊടുക്കാം. അങ്ങനെ നമ്മൾ പാലും തൈരും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നാട്ടാ. ഇനി ഒരു നല്ല സ്ട്രോങ് ചായയൊക്കെ ഇട്ടിട്ട് സെവനാശിന് കൊണ്ട് കൊടുക്കാം, എന്നിട്ട് വിളിക്കാം. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുക്കളയിൽ പോയിട്ട് പുട്ടുണ്ടാക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം, കടലക്കറി ആക്കണം. അങ്ങനെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് റെഡി ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പറ്റത്തില്ല. കുഞ്ഞുവാവയും അവളെയും കൂടെ നോക്കണം. അപ്പം ക്യാമറ ഹാൻഡിൽ ചെയ്യൂ, അവളെ നോക്കൂ, ആ ഒരിത്. അതുകൊണ്ട് ഞാൻ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. ഇനി വേവിച്ച് വെച്ചേക്കുന്ന കടലയുടെ വെള്ളം എടുത്ത് അതിലോട്ട് ഒഴിക്കണം. കുറച്ചാദ്യം ഒഴിക്കണേ, അല്ലെങ്കിൽ ഓവർ വെള്ളമായി. ഇങ്ങനെ നമ്മുടെ കടലക്കറി ഒന്നും കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡിയായി. മല്ലിയിലെ ലാസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കടലക്കറി തിളച്ചൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പം ഞാനങ്ങ് ഓഫ് ചെയ്യാണ്. എന്ന് സെവിനച്ഛൻ നേരത്തെ പോകണമായിരുന്നു. അപ്പം അച്ഛൻ പെട്ടെന്ന് കഴിച്ചിട്ട് പോയി. ഭയങ്കര ട്രാഫിക്കും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പോയി. ഞാൻ കളിക്കാണ്, കൂടെ കുഞ്ഞാക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഇതേപോലെ കേക്കൊക്കെ മേടിക്കട്ടെ എന്ന്. അപ്പോൾ പറഞ്ഞ് കേക്കൊന്നും മേടിക്കൊന്നും വേണ്ട, കുഴപ്പമില്ല, എന്തോത്തിനാ കേക്കൊക്കെ മേടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എങ്കിലും ശരിയല്ലല്ലോ പ്ലീസ്, നമ്മൾ എന്തെങ്കിലും മേടിച്ച് കൊടുക്കണ്ടേ. അപ്പം ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ അല്ലേ. അപ്പം നമ്മുടെ അടുത്തൊരു കടയുണ്ട്, പക്ഷെ അവിടെ ഇപ്പോൾ അങ്ങനെ അവർ കേക്കൊന്നും ഉണ്ടാക്കുന്നില്ല. മുമ്പ് നമ്മൾ അവിടെ നിന്നായിരുന്നു കേക്കൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം അവർ കേക്ക് നിർമ്മാണം നിർത്തലാക്കി വെച്ചേക്കുക, എന്താണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഇപ്പം ഞാൻ വിചാരിച്ച് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കേക്കൊക്കെ ചൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പം അതിലൊന്ന് നോക്കിയിട്ട് ഒരു കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ച്.
കുഞ്ഞാവി ഞാൻ രാവിലെ എഴുന്നേച്ച പാട്ടൊന്നും അങ്ങനെയൊന്നും വെച്ചൊന്നും കൊടുത്തില്ലായിരുന്നു. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാട്ടി നടക്കുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചൊരു പാട്ടൊക്കെ വെച്ച് കൊടുക്കാമെന്ന്. ടി വിയിൽ പാട്ടൊക്കെ കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ കേട്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ട അവളുടെ ഫേവററ്റ് ആയിട്ടുള്ളൊരു പാട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഒരു ഹിന്ദി സോങ് ആണ്, കേസരിയാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ്. അപ്പം ഞാൻ ഇവളുടെ കൂടെ ഇരുന്നിട്ട് പാട്ടുമൊക്കെ കേട്ടിരുന്നു കഴിക്കല്ലേ. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞു. ഇനി ഫിഷിനെ തീറ്റയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതേപോലെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പം ഞാൻ തീറ്റയിട്ട് കൊടുക്കട്ടെ, നിങ്ങൾ കാണിച്ചു തരാം. കുറേ കുലുക്കുലുക്കണം, എന്നാലും ഇത് നല്ലതായിട്ട് വീഴത്തുള്ളൂ. ഇത് പക്ഷെ നല്ലതായിട്ട് കഴിക്കും തീറ്റ, അതുകൊണ്ട് നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇട്ട് കൊടുത്ത പക്ഷെ അവനെ കാണുന്നില്ല, അതാ വരുന്നു. മണത്ത് വരുമോ അവൻ തീറ്റ ഇട്ട് കൊടുത്തപ്പോഴേക്കും. കഴിയതോ ഇവിടെ ഇട്ടിട്ടുണ്ട്, പോ ഓടെ. പേടിച്ച് ഞാൻ കൈ എടുത്ത് ഇങ്ങനെ പൊക്കെ കാണിച്ചപ്പോൾ ഇവനൊന്ന് കഴിച്ചിട്ട് നിങ്ങളെ ആ വീഡിയോ ഒന്ന് കാണിച്ചിട്ട് വേണം എനിക്കിനി അടുത്ത ആളുടെ അടുത്തോട്ട് പോവാൻ. പോകുന്നില്ലല്ലോ, കണ്ടില്ലെന്ന് തോന്നുന്നു. കണ്ട് ഗൈസ്, നാളെ കുണിങ്ങി കേട്ടോ, വീഡിയോ എടുക്കുന്നോണ്ടാന്ന് തോന്നുന്നു. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടുന്നു അല്ലേ? കുഴപ്പമില്ല, അവൻ വീഡിയോയിലൊന്ന് നിന്നല്ല, അത് മതി. അപ്പം അവൻ അവിടെ നിന്ന് കഴിക്കട്ടെ. അപ്പം ആ ഗ്യാപ്പിൽ നമുക്ക് അടുത്തവന് കൊണ്ടു കൊടുക്കാം. അപ്പം ലൈറ്റൊക്കെ ഇടട്ടെ. ഓക്കെ, അവ ഇങ്ങനെ നീന്തി നടക്കുകയാണ്. അപ്പം ഞാൻ അവന് തീറ്റ ഇട്ട് കൊടുക്കട്ടെ. ഇതിന് ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഇവിടെ ഫിൽറ്റർ ഇല്ലല്ലോ, അതുകൊണ്ട് വെള്ളം അഴുക്കാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇവനും നാണമാണ്, കണ്ടോ? വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും. ഇപ്പം നമ്മളോട്ട് പോയി കഴിഞ്ഞാൽ ഓടി വന്നിട്ട് കഴിക്കും. ഞാൻ പോവാ. ഞാൻ പോയെന്നറിഞ്ഞപ്പോൾ പതുക്കെ തീറ്റയുടെ അടുത്തോട്ട് പോന്നണ്ട എല്ലാം കണ്ടു ഗൈസ്. വേണമെങ്കിൽ പോയി തിന്നെ. രണ്ടുപേർക്കും കഴിക്കാൻ ഭയങ്കര നാളൊക്കെ ഇടും. എന്തെങ്കിലും ആവട്ടെ, കഴിക്കുന്നേ കഴിക്കട്ടെ. അയ്യോ, ഞാൻ അത് അടച്ചില്ല പ്ലീസ്. ചിലപ്പോൾ ഇനി അടയ്ക്കാത്തോണ്ടായിരിക്കും. ഓക്കെ, അവൻ കഴിക്കട്ടെ. ഓക്കെ, അവർ കഴിക്കുമോ എന്ത് വേണമെങ്കിൽ. പക്ഷെ ഇങ്ങനൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ മനുഷ്യരല്ലേ നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ എന്ത് നല്ല ഫുഡ് കൊണ്ടുവച്ചാലും നമ്മളെന്താ ആക്രാന്തത്തോടെ എടുത്ത് വാരി വലിച്ച് കഴിക്കും. പക്ഷെ ഇതുങ്ങളൊക്കെ ഭയങ്കര ഷൈ, എന്തോ ചെയ്യാനും. നമ്മൾ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തില്ലേ കേക്ക്, അപ്പം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങട്ടെ. ഓക്കെ, വാ. അപ്പം നമ്മൾ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പം കുറച്ചൊരു 10 മിനിറ്റും കൂടി എടുക്കും. അപ്പോൾ അതുവരെ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞു ഉറങ്ങുമല്ല, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഞാനിങ്ങനെ നിൽക്കുകയാണ് നോക്കി. ആദ്യമായിട്ടാണ് ഞാൻ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാൻ. ഇങ്ങനെയെല്ലാം നമ്മൾ ഓരോരുത്തർ പഠിക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് വന്നു ഗൈസ്, കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഒരു മിനിറ്റ്. വരുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു, പക്ഷെ പെട്ടെന്നായിരുന്നു എല്ലാം. കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു മറ്റേ കേക്ക് കട്ട് ചെയ്യുന്ന സാധനമാണെന്ന് തോന്നുന്നു. കേക്ക് എടുത്ത് കാണിക്കല്ലേ, വേണ്ട, അപ്പം കാണിക്കാം നിങ്ങളെ. ഓക്കെ, നിങ്ങളെ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. ഇത് ഞാനും തുറന്നു നോക്കി, ഞാൻ ഓർഡർ ചെയ്ത കേക്ക് തന്നെയാണോ എന്ന് നോക്കിയതാണ്, കൺഫേം ആക്കിയതാണ്. അപ്പം ഞാൻ ഇതോടെ എടുത്തങ്ങ് ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെയാണ് നല്ല തണുത്ത് സെറ്റായിട്ടിരിക്കുമല്ലോ, അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. സെബിനാച്ചിൻ്റെ എല്ലാ ബർത്ത്ഡേക്കും അമ്മയും പപ്പയൊക്കെ ഇവിടെ ഉണ്ട്. എങ്കിലും ഇപ്പം നാട്ടിലാണ്, അതുകൊണ്ട് സെബിനാച്ചിൻ്റെ ബർത്ത്ഡേ അവർക്ക് ആഘോഷിക്കാൻ പറ്റത്തില്ല. പിന്നെ വിഷൊക്കെ ചെയ്തു, രാവിലെയൊക്കെ വിളിച്ച്, രാവിലെയും തലേന്ന് ദിവസമൊക്കെ വിളിച്ചൊക്കെ വിഷ് ചെയ്തായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, അമ്മയാണെങ്കിൽ സെബിനാച്ചിന് ഇതേപോലെ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തായിരുന്നു. ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കൊടുത്തേ.
ഇവിടെ ഉള്ളപ്പോൾ പോയി മേടിച്ചിട്ട് കൊടുക്കും, അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം അമ്മയും പപ്പയൊക്കെ നാട്ടിലായതുകൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കൊടുത്തു. സെബിനാച്ചന് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനെ ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അങ്ങനെ അമ്മ അത് ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് രണ്ടും വന്നിട്ടുണ്ട്. ഒരു പാൻറ്റും ഒരു ടീഷർട്ടും ആയിരുന്നു. അപ്പം അത് ഞാൻ വൈകിട്ടിടുവാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ചെറിയ വട്ടത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം എൻ്റെ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ സെബിനാച്ചൻ്റെ ഫോണിൽ എടുക്കുവാണെങ്കിൽ നൈസായിട്ട് കിട്ടും. അപ്പം ഞാൻ സെബിനാച്ചൻ വൈകിട്ട് എന്തായാലും അതിടും. അപ്പോൾ ഇട്ടിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അമ്മയൊക്കെ ഇതേപോലെ സെബിനാച്ചൻ്റെ ഉടുപ്പൊക്കെ മേടിച്ച് കൊടുത്തു, വിഷൊക്കെ ചെയ്തു. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് സെബിനാച്ചൻ്റെ ബർത്ത്ഡേ ഇതേപോലെ ഇവിടെ വെച്ചിട്ട് ആഘോഷിക്കാൻ പറ്റാതെ. അതെന്ന് വെച്ചാൽ നാട്ടിൽ ആയതുകൊണ്ട് എല്ലാ ബർത്ത്ഡേക്കും സെബിനാച്ചൻ്റെ കൂടെ അമ്മയും പപ്പയൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ട്. കുഴപ്പമില്ല, അവർക്ക് ആ ഒരു മിസ്സിങ് ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് വൈകിട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് സെബിനാച്ച കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുകയാണ്. പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പം സെബിനാച്ചൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പം നമ്മൾ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പായസം ഉണ്ടാക്കിയോ ഇരിക്കുകയാണ്. ഗീസ് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. നമ്മൾ ഓണത്തിനാണെങ്കിൽ സാധനങ്ങൾ മേടിക്കാൻ പോയായിരുന്നു. അപ്പം നമ്മൾ കിച്ചൺ ട്രഷേഴ്സിന്റെ പാലട മിക്സ് കൂടി മേടിച്ച് അപ്പോഴാണ് അറിയുന്നത് എന്താണ് നമ്മൾ അറിഞ്ഞത് സെബിനാച്ചന്റെ ബർത്ത്ഡേ ഈ മാസമാണത്. അപ്പൊ നമ്മൾ വിചാരിച്ച് ഈ പായസം മിക്സ് എടുത്തിട്ടങ്ങ് പായസം ആക്കാന്ന്. ഇനി ഓണത്തിന് നമ്മൾ വേറെ പായസം മിക്സ് മേടിക്കുന്നതായിരിക്കും. എങ്ങനെയായാലും നമുക്ക് പായസം കുടിച്ചാൽ എത്ര വലിയ പായസം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പായസം പിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നല്ല വെള്ള നിറത്തിലുള്ള പാലടയാണ്. പല നിറത്തിൽ പാലട മിക്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റ് ഫുഡ്. നല്ല ബീഫ് റോസ്റ്റും മോര്, മറ്റേ ക്യാബേജ് തോരനും അച്ചാറും. അപ്പം ഫസ്റ്റ് നമ്മൾ കുറച്ച് ഇത് പറ്റുന്നില്ല. ഓക്കെ, കുറച്ച് ബീഫ് റോസ്റ്റ് ഇതാണ്ട് ഈ ഒരു അറ്റത്തോട്ട് ഇങ്ങോട്ട് ഇടണം. ഇച്ചിരിയും കൂടി വേണമെങ്കിൽ നമുക്കിടാം. ഇട്ടിട്ട് ഇച്ചിരി മോരും കൂടി ഇതിനകത്തോട്ട് ഇങ്ങനെ വട്ടത്തിൽ ഒഴിക്കണം. കുറച്ച് തോരൻ, മോര്, ഇച്ചിരി അച്ചാറ്, പിന്നെ ഒരു ബീഫിൻ്റെ ഒരു കഷ്ണം. ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു ഉരുളി അങ്ങോട്ടാക്കണം. എന്നിട്ട് സൂപ്പർ, കൊള്ളാവോ? ശരിക്കും ആന്നെങ്കിലും പറയാ, അല്ലെങ്കിൽ അവര് വിചാരിക്കും ഞാനങ്ങ് പറയുവാന്ന് കൊള്ളാന്ന്. ഓക്കെ അച്ഛൻ വാവ് വണ്ടർഫുൾ ഒക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ സെബിനാച്ചൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ്. പാടമ്മ പാടമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. എല്ലാ എപ്പിസോഡും സീസൺ 2 അടുത്ത കൊല്ലമായിരിക്കും. അങ്ങനെ അച്ഛൻ കേക്ക് കട്ട് ചെയ്യാണ് ഗൈസ്. കാണുമ്പോ രണ്ടാമത്തെ വട്ടം
ശരിക്കും അയ്യോ മൂവ് കഴിയുമ്പോ മോൻ കഴിയപ്പോ ഒന്നുകൂടെ വെളുത്ത്. മുഖം വെളുക്കാനുള്ള ഒരു റെമഡി ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ തീർന്ന കേക്ക് ഇതേപോലെ മോന്തയിലോട്ട് പക്ഷെ നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടച്ചാ. കേക്ക് ഇതേപോലെ തേച്ചിട്ട് നമ്മൾ മുഖം കഴിഞ്ഞാൽ മതി. അപ്പൊ നല്ല ഇതായിട്ട് ഇതേപോലെ ഇങ്ങനെ വെളുക്കും. നല്ല സോഫ്റ്റ്നെസ്, നല്ല രസമുണ്ട്. ദൈവമേ, രാത്രി കിടന്നുറങ്ങുമ്പോ ഉറുമ്പുമല്ലോ ഇരിക്കൂ. ഗൈസ്, അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു. വലിയ സെലിബ്രേഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അപ്പം സെവിന ചാച്ചൻ്റെ കേക്ക് കട്ട് ചെയ്തപ്പോൾ ഒരു ടീഷർട്ടും ഒരു പാൻറ്റും കിട്ടിയില്ല. അതാണ് അമ്മ ഓർഡർ ചെയ്ത് കൊടുത്ത, അമ്മ ഗിഫ്റ്റ് ചെയ്ത സമ്മാനം ഇല്ലേ അച്ഛാ? ലിവൈസിന്റെ ഒരു ടീഷർട്ടും പിന്നെ ആ പാൻറ്റിന്റെ പേരെന്തുവാ? എന്തോ ഒരു പാൻറ്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ ആയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പൊ ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ കാണിച്ചില്ല, പായസം കൂടി. അപ്പം തന്നെ വയറ് നിറഞ്ഞിരിക്കുകയാണ്. ചോറ് കഴിച്ച് ഇപ്പം ഇച്ചിരി കേക്ക് കഴിച്ച്. അപ്പം ഇനി പായസം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കരുത്, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ച്. കൊള്ളാം. പാൽപ്പായസം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് സൂപ്പർ. അപ്പം അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സഹകരിക്കുക. ഓക്കെ, അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.